മലപ്പുറം കൊണ്ടോട്ടി പെരിയമ്പലത്ത് പുലർച്ചെ അതായത് പുലർച്ചെ 1:30 നടന്ന വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് കൊട്ടിയൂരിലേക്കുള്ള 2 തീർത്ഥാടകരാണ് മരിച്ചത്. പരിക്കേറ്റ 15 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചു. പാലക്കാട് നിന്ന് കൊട്ടിയൂർക്ക് പോകുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനം ചെയ്യുന്നു. ശിവദാസ്, പുലർച്ചെ 1:30 ഉണ്ടായ വലിയ വാഹനാപകടം, കൊട്ടിയൂരിലേക്കുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലർ അല്ലേ, ട്രാവലറും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടം ഏത് സ്പോട്ടിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്? അപകടം ഏത് നിലയിലാണ്, അല്ലെങ്കിൽ കൂട്ടിയിടിച്ചത് ഏത് സാഹചര്യത്തിലാണ്? ഏതെങ്കിലും തരത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ? കൂടുതൽ എന്തെല്ലാമാണ് വിവരങ്ങൾ ശിവദാസ് കന്മൻ? വിനോദ്, അശ്വതി, ഏകദേശം 1:30 കൂടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ വാഹനാപകടം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രി 1:30 കൂടി ഒരു വാഹനാപകടം ഉണ്ടായി. കൊണ്ടോട്ടിയിലെ പെരിയമ്പലത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു വാഹനാപകടം സംഭവിച്ചത്. ടിപ്പർ ലോറിയും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സമയത്ത് ശക്തമായ മഴ ഉണ്ടായിരുന്നു. പാലക്കാട് നിന്നും കൊട്ടിയൂരിലേക്ക് പോകുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർ മരിച്ചു. തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്ന 2 പേരാണ് മരിച്ചത്. ട്രാവലർ ഡ്രൈവർ ഉൾപ്പെടെ ആണ് 2 പേർ മരിച്ചത്. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ 15 പേർക്കാണ് ആകെ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ തന്നെ 5 പേരുടെ നില ഗുരുതരമാണ്. ഈ 15 പേരെയും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 1:30 ഈ അപകടം ഉണ്ടായത്. ഈ സമയത്ത് ശക്തമായ മഴ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വെളിച്ചക്കുറവും ഉള്ള ഒരു മേഖല കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കൃത്യമായി റോഡിലെ സിഗ്നലുകളും മറ്റും കൃത്യമായി കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ മരണകാരണം എന്നുള്ളത് വ്യക്തമല്ല. കാരണം ട്രാവലറുടെ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ലോറിയിൽ ആണ് ഈ ട്രാവലർ ഇടിച്ചത്. ഈ ഇടിച്ച ഉടൻ തന്നെ പ്രദേശത്ത് നാട്ടുകാർ ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടുകാർ ഓടിക്കൂടി ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ ശക്തമായ മഴ പെയ്തത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു. പിന്നീട് നാട്ടുകാർ ഈ ട്രാവലറിന്റെ മുൻഭാഗമൊക്കെ വെട്ടിപ്പൊളിച്ചാണ് ഈ മുൻഭാഗത്ത് കുടുങ്ങിയിരുന്ന ഡ്രൈവറെ അടക്കം പുറത്തെടുത്തത്. ആദ്യം ഈ പ്രദേശത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അതിനുശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പരിക്കേറ്റ ആളുകളെ പ്രവേശിപ്പിച്ചത്. മരണകാരണം, ഈ അപകടത്തിനുള്ള കാരണം ഇടയാക്കിയത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം ഈ ട്രാവലർ നിയന്ത്രണം വിട്ട് ഈ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ മരണകാരണം എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഈ അർദ്ധരാത്രി കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. തീർച്ചയായും ശിവദാസ്, നമുക്കറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആ ജീവൻ നഷ്ടമായവരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഒപ്പം എവിടെ നിന്നും പുറപ്പെട്ട സംഘത്തിനാണ് ഇത്തരത്തിൽ അപകടം നേരിടേണ്ടി വന്നത്? ഒപ്പം ഈ 5 പേരുടെ നില ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ട് കൂടി വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പരിക്കേറ്റ 15 പേരുടെ നില തുടരുന്നത്? ഏതൊക്കെ ആശുപത്രികളിലാണ് അവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ശിവദാസ്? അശ്വതി, പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവരാണ്. കൊട്ടിയൂർ തീർത്ഥാടക സംഘമാണ്. കൊട്ടിയൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ഈ ട്രാവലറിൽ തന്നെ ഉള്ള 15 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതോടൊപ്പം തന്നെ ലോറി ഉണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലോറി ഡ്രൈവർ അടക്കമുള്ള ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേർക്ക്, ലോറി ഡ്രൈവർക്കും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കുമാണ് പരിക്കേറ്റത്. പാലക്കാട് നിന്നും ഈ സംഘം ട്രാവലറിൽ പോവുകയായിരുന്ന സംഘമാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുമുള്ള സംഘമാണ്. അവർ കൊട്ടിയൂരിൽ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ ഭാഗത്തേക്ക് ഈ ഒരു സംഘം ട്രാവലറിൽ സഞ്ചരിക്കുമ്പോൾ രാത്രി കൊണ്ടോട്ടിയിലെ പെരുവമ്പലത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അപകടത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 5 പേരുടെ നില ഗുരുതരമായി ഇപ്പോൾ തുടരുകയാണ്. അവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. മറ്റ് ബാക്കിയുള്ള 10 പേരുടെ നില അത്രത്തോളം ഗുരുതരമല്ല. പക്ഷേ സാരമായ പരിക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. മരിച്ചവരിൽ ഒരാൾ ഈ ട്രാവലറിന്റെ ഡ്രൈവറാണ് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ടല്ലോ ശിവദാസ്. അപ്പോൾ ആ ട്രാവലർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം പൂർണ്ണമായി തകർന്ന നിലയിലാണ്, തവിട് പൊടിയായി
എന്നൊക്കെ പറയുന്ന പോലെ ആ നിലയിൽ അത് ആ വാഹനം സമ്പൂർണ്ണമായി തകർന്ന നിലയിലാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് നാട്ടുകാരാണോ അതോ ആ റോഡിൽ പിന്നീട് അതുവഴി വന്ന മറ്റ് വാഹനങ്ങളിൽ വന്നവരാണോ? ആരായിരുന്നു രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്? അത്തരം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ ശിവദാസ്? തീർച്ചയായും ഗുരുതരമായ ഒരു അപകടം തന്നെ, വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കാര്യമായി നാട്ടുകാർ ഉണ്ടില്ല. വളരെ കുറച്ച് നാട്ടുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇതുവഴി വന്ന വാഹനത്തിൽ ഉള്ള ആളുകളും ഏർപ്പെട്ടു. വളരെ കുറച്ച് 10 താഴെ ആളുകൾ മാത്രമാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ പ്രദേശത്ത് കൂടുതൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പ്രദേശത്ത് ഈ സമയങ്ങളിൽ വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും പാലക്കാട് നിന്നും പുറപ്പെട്ട കൊട്ടിയൂർ സംഘത്തിലേക്ക് പുറപ്പെട്ട ഭക്തർ സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ട്രാവലർ ഡ്രൈവറും ഒപ്പം ഈ ട്രാവലറിൽ സഞ്ചരിച്ച രമണി എന്നുള്ള 60 വയസ്സുള്ള സ്ത്രീക്കുമാണ് ജീവൻ നഷ്ടമായത്. ട്രാവൽ ഡ്രൈവർ രാജേഷ്, കൊല്ലങ്കോട് സ്വദേശിനി രമണി എന്നിവർക്കാണ് മരിച്ചത്. ഒപ്പം ബാക്കി പരിക്കേറ്റവരെല്ലാം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതെ, ഫറോക്ക് സ്വകാര്യ ആശുപത്രിയിലുമുണ്ട്, മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ എന്താണ് ഈ അപകടം സംഭവിച്ചതിന് പിന്നിലെ കാരണം, എന്താണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, മറ്റു വിവരങ്ങളൊക്കെ ശിവദാസും മറ്റ് പ്രതിനിധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും.